Hello മക്കളെ അപ്പോൾ നമ്മൾ പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പബ്ലിക് ഫെസിലിറ്റീസ് എന്താണെന്ന് പഠിച്ചു അല്ലേ വാട്ടർ സപ്ലൈ എങ്ങനെയാണ് ഒരു പബ്ലിക് ഫെസിലിറ്റീസിൽ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു പബ്ലിക് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് വേണ്ട ഫണ്ട് എവിടുന്നാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ടർ സപ്ലൈ ടു ചെന്നൈ is it available to all okay While there is no doubt that public facilities should be made available to all, in reality we see that there is a great shortage of such facilities. Okay, നമ്മള് പബ്ലിക് ഫെസിലിറ്റീസ് വന്നിരിക്കുന്നത് തന്നെ എല്ലാ ആൾക്കാർക്കും അവൈലബിൾ ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പക്ഷേ എല്ലാ ആൾക്കാർക്കും അത് കിട്ടുന്നുണ്ടോ Okay, water supply in Chennai is marked by shortages. നമ്മൾ ഫസ്റ്റിലേ കണ്ടു അല്ലേ വാട്ടർ സപ്ലൈ ചെന്നൈയിൽ പല ആൾക്കാർക്കും എന്ത് കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല അല്ലേ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ ചിലപ്പോൾ നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് കുറച്ച് എമൗണ്ടിലുള്ള വെള്ളം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അല്ലേ സോ മുനിസിപ്പൽ സപ്ലൈ മീറ്റ്സ് ഓൺലി അബൌട്ട് ഹാഫ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സിറ്റി അല്ലെ മുനിസിപ്പൽ സപ്ലൈയിൽ വരുന്ന വെള്ളം എന്ന് പറയുന്നത് ആൾക്കാരുടെ അല്ലെ പകുതി ആവശ്യങ്ങൾ മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ ഓൺ ആൻ ആവറേജ് ദർ ആർ ഏരിയാസ് വിച്ച് ഗെറ്റ് വാട്ടർ മോർ റെഗുലർലി ദാൻ അതേഴ്സ് Those areas that are close to the storage points get more water whereas colonies further away receive less water അല്ലെ സ്റ്റോറേജ് പോയിന്റ്സിന്റെ അടുത്തുള്ള സ്ഥലത്തിൽ കുറേ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതിന് കുറേ ദൂരമായിട്ടുള്ള കോളനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് വെള്ളമേ കിട്ടുന്നുള്ളൂ and the burden of shortfalls in water supply falls mostly on the poor ആർക്കാണ് കൂടുതലായിട്ടും വെള്ളം കിട്ടാത്തത് പുവർ ആയിട്ടുള്ള ആൾക്കാർ അല്ലേ നേരത്തെ പറഞ്ഞ ഓഫീസേഴ്സിനൊക്കെ പെട്ടെന്ന് വെള്ളം കിട്ടിയത് നമ്മൾ കണ്ടു അല്ലേ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓഫീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ടാങ്കറിൽ വെള്ളം വരുന്നുണ്ട് പക്ഷേ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ സ്ലമ്മിൽ ജീവിക്കുന്ന ആ ഒരു ഹൗസ് ഹോൾഡ് അസിസ്റ്റൻറ്റിനൊന്നും എന്ത് ചെയ്യുന്നില്ല വെള്ളം കിട്ടുന്നില്ല അല്ലേ പ്രോപ്പറായിട്ട് ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പൈപ്പ് പോലും ഇല്ല അല്ലേ 2 ദിവസത്തിൽ ഒരു 20 മിനിറ്റ് വെള്ളമൊക്കെയാണ് വരുന്നത് ആ സമയത്ത് ഒരു 1-2 ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തിട്ട് അതാണ് അവരുടെ ഫുൾ ഫാമിലിക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളം എന്ന് പറയുന്നത് Middle class, when faced with water shortages, are able to cope through a variety or private means such as digging borewells, buying water from tankers and using bottled water for drinking. Okay, അപ്പം പൈസ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം ബോർവെൽ ഡിഗ് ചെയ്യണം അതുപോലെ തന്നെ അവർ പൈസ കൊടുത്തിട്ട് അല്ലേ കുറച്ച് മണിയൊക്കെ കൊടുത്തിട്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റും Apart from the availability of water, access to safe drinking water is also available to some and this depends on what one can afford. അപ്പം ആർക്ക് അത് അഫോർഡബിലിറ്റി അനുസരിച്ചിട്ടാണ് അവർക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ സേഫ്റ്റി അല്ലേ നല്ല പൈസ കൊടുത്തിട്ട് സേഫ് ആയിട്ടുള്ള വെള്ളം വാങ്ങിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് അല്ലേ അവർ കുളിക്കാനും കുടിക്കാനും ഒക്കെ ഒരേ ക്വാളിറ്റി ഇല്ല അല്ലേ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത വെള്ളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഓരോ ആൾക്കാരുടെ അഫോർഡബിലിറ്റി അനുസരിച്ചിട്ടാണ് അത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് once again the wealthy have more choices thanks to the booming market in bottled water and water purifiers. People who can afford it have safe drinking water whereas the poor are again left out. അല്ലെ ഈ ഒരു ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ബോട്ടിൽഡ് വാട്ടർ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവർക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ട് പക്ഷെ അത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്കോ അത് അവൈലബിൾ ആവുന്നുണ്ടോ ഇല്ല അല്ലേ And in reality, therefore, it seems that it is only people with money who have the right to water, a far cry from the goal of universal access to sufficient and safe water. So, paisa ulla aalkarkku endana sufficient and safe water kittunnundu. Okay? Taking water from farmers. Taking water from farmers. So, the shortage of water has opened up opportunities for private companies in a big way. Many private companies are providing water to cities by buying it from places around the city.
and Chennai, water is taken from nearby towns like Mamantar, Palur, Karungiri, and from villages to the north of the city using a fleet of over 13,000 water tankers. Every month, the water dealers pay farmers an advance for the rights to exploit water sources. അല്ലേ, ഫാമേഴ്സിന് ഒരു റൈറ്റ് ടു എക്സ്പ്ലോയിറ്റ് എന്നുള്ള രീതിയിൽ ഒരു അഡ്വാൻസ് കൊടുക്കും ഓൺ ദെയർ ലാൻഡ്. This water is taken away not just from agriculture but also from the drinking water supplies of the villages. അപ്പം വില്ലേജസിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈയും കൂടിയാണ് അവർ എടുത്തിട്ട് പോകുന്നത്. ആൻഡ് groundwater levels have dropped drastically in all these towns and villages as a result. അപ്പം ഇത്തരത്തിൽ വെള്ളം ഇങ്ങനെ കുറയുന്നത് കാരണം എന്താണ്, ഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റിയും കൂടെ ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്. ആൻഡ് പബ്ലിക് വാട്ടർ സപ്ലൈ ഇൻ പോർട്ടോ അലഗ്രെ. Porto Alegre is a city of Brazil, and though there are many poor people in this city, what is remarkable is that it has a far lower number of infant death as compared to most other cities of the world. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രസീലിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോവർ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് ആസ് കമ്പയർഡ് ടു മോസ്റ്റ് അതർ സിറ്റീസ് ഓഫ് ദി വേൾഡ്. അല്ലെ, ഇൻഫന്റ് ഡെത്ത് കുറവാണ്, കുഞ്ഞി മക്കളുടെ മരണം കുറവാണ്. City's water department has achieved universal access to safe water. ഈ സിറ്റിയുടെ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്ത് അച്ചീവ് ചെയ്തിട്ടുണ്ട്? യൂണിവേഴ്സൽ ആക്സസ് ടു സേഫ് വാട്ടർ. അല്ലെ, എല്ലാ ആൾക്കാർക്കും സേഫ് വാട്ടർ എത്തിക്കുക എന്നുള്ളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. And this is the main reason behind the lower number of infant death. അല്ലെ, കുട്ടികളുടെ മരണം കുറയാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്. The average price of water is kept low and the poor are charged half the basic rate. അല്ലെ, പാവപ്പെട്ട ആൾക്കാർക്ക് ബേസിക് റേറ്റിനേക്കാളും പകുതി പൈസ മാത്രം കൊടുത്താൽ മതി. അപ്പം എല്ലാ ആൾക്കാർക്കും അല്ലെ യൂണിവേഴ്സൽ ആക്സസ് ഓഫ് സേഫ് വാട്ടർ ഇവിടെ കിട്ടുന്നുണ്ട്. വാട്ട് എവർ പ്രോഫിറ്റ് ദ ഡിപ്പാർട്ട്മെന്റ് മേക്സ് ഇസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദി വാട്ടർ സപ്ലൈ. അപ്പം ഇതിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വാട്ടർ സപ്ലൈൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പൈസ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അവരത് വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റുന്നില്ല. അത് ഇതേ സെയിം സാധനം കുറച്ചും കൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ വർക്കിംഗ് ഓഫ് ദി വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ്. വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. ആൻഡ് പീപ്പിൾ ക്യാൻ ഹാവ് എ ഡിറക്റ്റ് സേ ഇൻ ഡിസൈഡിങ് വിച്ച് പ്രോജക്റ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ടേക്ക് അപ്പ്. Through a process of public meetings, people hear the managers have to say and also vote on their priorities. So, അതാണ് നമുക്ക് ബ്രസീലിലെ കഥ പറയാനുള്ളത്. ഓക്കെ, പോർട്ടോ അലിഗ്രെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് in search of alternatives. So, the situation in Chennai is not unique. A similar scenario of shortages and acute crisis during the summer months is common to other cities of India. അപ്പം ഇന്ത്യയിൽ വേറെ കുറേ ടൗണുകളുണ്ട്, അവിടെയും എങ്ങനെ തന്നെയാണ് നല്ല വരൾച്ചയുള്ള സമയത്ത് ചെന്നൈ മാത്രമൊന്നുമല്ല, ഒരുപാട് സിറ്റീസിൽ എന്നിട്ട് നല്ല വാട്ടർ ഷോർട്ടേജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. The shortages municipal water is increasingly being filled by an expansion of private companies who are selling water for profit. Okay. Also common are the great inequalities in water use. അല്ലെ, നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നതിന് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ തുടക്കത്തിലേ പറഞ്ഞു അല്ലെ, വെള്ളം യൂസ് ചെയ്യുന്നതിനകത്തൊരു ഇനീക്വാലിറ്റി ഉണ്ട്. നോക്കിയേ, the supply of water per person in an urban area in India should be about 135 liters per day. ഓക്കെ, ഒരു അർബൻ ഏരിയയിലുള്ള ഒരാൾക്കുള്ള പെർ ഡേ എന്ന് പറയുന്നത്
എത്രയാണ് 135 ലിറ്റർ വെള്ളമാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ബക്കറ്റ് വെള്ളം. എ സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദി അർബൻ വാട്ടർ കമ്മീഷൻ അല്ലെ, അർബൻ ഏരിയയിലുള്ള ഒരാൾക്ക് 7 ബക്കറ്റ് വെള്ളം വേണം. വെറാസ് പീപ്പിൾ ഇൻ സ്ലം അല്ലെ, സ്ലമ്മിലുള്ള ആൾക്കാർക്ക് മേക്ക് ഡൂ വിത്ത് ലെസ് ദാൻ 20 ലിറ്റേഴ്സ്. മറ്റേ ആൾക്ക് 135 ലിറ്റർ വേണം, സ്ലമ്മിലുള്ള ആൾക്ക് 20 ലിറ്ററിൽ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് കഷ്ടി. ആൻഡ് people living in luxury hotels may consume as much as 1600 liters. എത്രയാ വരുന്ന 1600 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ബക്കറ്റ് ഓഫ് വാട്ടർ പെർ ഡേ. ഓക്കെ, 80 ബക്കറ്റ് വെള്ളമാണ് ഒരാൾക്ക് അല്ലെ ലക്ഷറി ഹോട്ടലിൽ ജീവിക്കുന്ന ആൾക്ക് വേണ്ടത്. അതേ സ്ഥാനത്ത് സ്ലം ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് 20 ലിറ്ററിൽ താഴെ വെള്ളമാണ്. അപ്പം വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് എന്തിനനുസരിച്ചും ഇന്നീക്വാലിറ്റീസും ഉണ്ട് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. A shortage of municipal water is often taken as a sign of failure of the government. അല്ലെ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? അഫോർഡബിൾ എമൗണ്ടിൽ ആൾക്കാർക്ക് വേണ്ട വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രൈവറ്റ് വാട്ടർ കമ്പനീസിലേക്ക് മാറുന്ന സമയത്ത് അവരല്ലേ പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, നല്ല പൈസ കൂട്ടിയിട്ടായിരിക്കും അവർ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ എല്ലാവർക്കും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ തന്നെയാണ് അല്ലേ. എല്ലാ ആൾക്കാർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള വെള്ളം അവൈലബിൾ ആക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം മുനിസിപ്പൽ വാട്ടറിൽ ഷോർട്ടേജ് ഉണ്ടാക്കാൻ പാടില്ല, അത് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ ആണ്. And some people argue that since the government is unable to supply the amount of water that is needed and many of the municipal water departments are running at a loss, we should allow private companies to take over the task of water supply. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഇത്രയും ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ വെള്ളമല്ലേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, അതുപോലെ പ്രൈവറ്റ് കമ്പനീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വേണ്ട വെള്ളം പ്രൈവറ്റ് കമ്പനീസ് എത്തിച്ചു കൊടുത്തേക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, അക്കോർഡിംഗ് ടു ദം പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ പെർഫോം ബെറ്റർ. ഓക്കെ, പ്രൈവറ്റ് കമ്പനീസിന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ എത്രത്തോളം ശരിയുണ്ട്? അതായത് ഗവൺമെൻറ് സപ്ലൈസ് മാറ്റി ഗവൺമെൻറ്റിന് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് പ്രൈവറ്റ് കമ്പനീസിലേക്ക് ആ ഒരു ചാർജ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുമെന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾ നോക്കൂ. Throughout the world, water supply is a function of the government. Okay? മൊത്തം വേൾഡിലും വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. There are very few instances of private water supply. അല്ലേ, പ്രൈവറ്റ് വാട്ടർ സപ്ലൈ പൊതുവെ കുറവാണ്. വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ നമ്മൾ വായിച്ചു അല്ലേ. And there are areas in the world where public water supply has achieved universal access. അല്ലെ, ലോകത്ത് തന്നെ പല സ്ഥലങ്ങളിലും പബ്ലിക്, അതായത് ഗവൺമെന്റിന്റെ വാട്ടർ സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട്? യൂണിവേഴ്സൽ ആക്സസ് കിട്ടിയ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ബ്രസീലിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ എന്താണ്? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാ ആൾക്കാർക്കും യൂണിവേഴ്സൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ ഗവൺമെന്റിന്റെ വാട്ടർ സപ്ലൈ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുള്ള ഹിസ്റ്ററീസ് അവൈലബിൾ ആണ്. ആൻഡ് in a few cases where the responsibility for water supply was handed over to private companies, ഇനി എവിടെയെങ്കിലുമൊക്കെ പ്രൈവറ്റ് കമ്പനീസിന് ഈ ഒരു വെള്ളം സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ there was a steep rise in the price of water. എന്തുണ്ട് അവിടെ? പ്രൈവറ്റ് എപ്പോഴും എന്ത് നോക്കും? പ്രോഫിറ്റ് നോക്കും അല്ലേ, പ്രോഫിറ്റ് നോക്കും. അപ്പം സാധാരണക്കാരായിട്ടുള്ള അല്ലേ, ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ വെള്ളം വേണമെന്നുണ്ടെങ്കിലും അവർക്ക് വെള്ളത്തിന് വേണ്ടി വലിയൊരു എമൗണ്ട് പൈസ കൊടുക്കേണ്ടി വരും അല്ലേ, അവർ പ്രോഫിറ്റ് നോക്കും. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസിനെ അലോ ചെയ്ത് കഴിഞ്ഞാൽ മേക്കിംഗ് ഇറ്റ് അൺഅഫോർഡബിൾ ഫോർ മെനി അല്ലേ. കുറേ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പ്രൈവറ്റ് കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് അൺഅവൈലബിൾ ആയിട്ട് ഇരിക്കും.
And cities saw huge protests with riots breaking out in places like Bolivia, forcing the government to take back the service from private hands. അപ്പം പല സ്ഥലങ്ങളിലായിട്ട് ബൊളീവിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ല ഇത്രയും അഫോർഡബിൾ ആവാതിരിക്കുകയാണ് വെള്ളം, കുടിവെള്ളം എന്ന് പറയുന്നത് ഒട്ടും അഫോർഡബിൾ അല്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത് issues create and forcing the government to take back the service from private hands. അല്ലെ, ഗവൺമെൻറ് അടുത്ത് പറയുകയാണ് പ്രൈവറ്റ് ഹാൻഡ്സിൽ നിന്നും ഈ ഒരു സർവീസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. And within India, there are cases of success in government water department. ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും എന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പല ഇടങ്ങളിലായിട്ട് ഗവൺമെൻറ് നല്ല സക്സസ്ഫുൾ ആയിട്ട് സേഫ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആക്കിയിട്ടുള്ള കഥകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Though these are few in number and limited to certain areas of their work. The water supply department in Mumbai raises enough money through water charges to cover its expenses on supplying water. In Hyderabad, a recent report shows that the department has increased coverage and improved performance in revenue collection. അപ്പം പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെയും എന്തോ വരുത്തിയിട്ടുണ്ട്, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് റവന്യൂ കളക്ഷനിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അല്ലേ, ഇതിനുള്ള പൈസയും വേണം അല്ലേ. അപ്പം അതിനനുസരിച്ച് റവന്യൂ കളക്ഷനിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കവറേജ് ഏരിയാസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുമുണ്ട്. ചെന്നൈയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടേക്കൺ സെവറൽ ഇനീഷ്യേറ്റീവ്സ് ഫോർ ഹാർവെസ്റ്റിംഗ് റെയിൻ വാട്ടർ. എങ്ങനെയാണ് അവർ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ സേഫ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആക്കുന്നത്? ഏത് മെത്തേഡ് വഴിയാണ്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വഴിയാണ്. ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻ വാട്ടർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഓൾസോ യൂസ് ദി സർവീസസ് ഓഫ് private companies in the services for transporting and distributing water. എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് കമ്പനീസിൻ്റെ സർവീസസ് ട്രാൻസ്പോർട്ടേഷൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ ഗവൺമെൻറ് വാട്ടർ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസൈഡ്സ് ദി റേറ്റ് ഫോർ വാട്ടർ ടാങ്കേഴ്സ് ആൻഡ് ഗീവ്സ് ദം പെർമിഷൻ ടു ഓപ്പറേറ്റ്. പക്ഷേ വാട്ടർ ടാങ്കേഴ്സിന് എത്ര പൈസ കൊടുക്കണം എന്നുള്ളത് ഗവൺമെൻറ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഹെൻസ് ദേ ആർ കോൾഡ് ഓൺ കോൺട്രാക്ട് അല്ലെ, കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട് അല്ലെ, പക്ക പ്രൈവറ്റ് അല്ല, പക്ഷെ കോൺട്രാക്ട് ബേസിസിൽ എന്ത് ചെയ്യുന്നു, വാട്ടർ സപ്ലൈ ആൾക്കാർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അതാണ് ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വാട്ടർ സപ്ലൈ പ്രൈവറ്റ് ആക്കി കൊടുക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. അതിനകത്ത് പല റീസൺസ് അല്ലെ, കൊടുക്കാതെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാതെ തന്നെ പല ആൾക്കാരും സക്സസ്ഫുൾ ആയിട്ട് ഗവൺമെൻറ് സെക്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി വാട്ടർ സപ്ലൈ നടത്തിയിട്ടുണ്ട്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റെൻഡിങ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, എക്സ്റ്റെൻഡിങ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. സോ ബെസൈഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, sanitation is a must prevention of waterborne diseases. അപ്പം വാട്ടർ ബോൺ ഡിസീസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ സാനിറ്റേഷനും കുറച്ചും കൂടെ സേഫ് ആയിട്ടിരിക്കണം. However, the sanitation coverage in India is even lower than that of water. അപ്പം വാട്ടർ സപ്ലൈനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ നോക്കി. ഇന്ത്യയിലെ സാനിറ്റേഷൻ നോക്കുന്ന സമയത്ത് വാട്ടറിനേക്കാളും അതിൻ്റെ കവറേജ് വളരെ കുറവാണ്. അപ്പോൾ ഇന്ത്യയിൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത് അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടല്ല ഹാൻഡിൽ ചെയ്യുന്നത്. Official figures for 2001 show that 68% of the households in India have access to drinking water and about 36% have access to sanitation. അപ്പം 68% ആൾക്കാർക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ട്, പക്ഷേ സാനിറ്റേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് 36% അല്ലെ, അതിനേക്കാളും പകുതിയോളമേ വരുന്നുള്ളൂ അല്ലെ. സോ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അപ്പോൾ സാനിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വിത്തിൻ ദ പ്രെമിസസ് ഓഫ് റെസിഡൻസ് അല്ലെ, വീടിന് അടുത്ത് തന്നെ ആയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോയെന്നാണ് സാനിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഇല്ലാത്തത് 36% ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ടുള്ളൂ 2001 കണക്ക് പ്രകാരം.
once again, it's the poor both the rural and urban areas. അല്ലെ, പാവപ്പെട്ട ആൾക്കാരാണ് who lack access to sanitation. ആർക്കാണ്? പാവപ്പെട്ട ആൾക്കാർ, അർബൻ ഏരിയയിലായിക്കോട്ടെ റൂറൽ ഏരിയയിലായിക്കോട്ടെ, അവർക്ക് സാനിറ്റേഷൻ ഇല്ല. സുലഭ്, എ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. സുലഭ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സുലഭ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഒരു NGO, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 3 decades to address the problems of sanitation facing low caste, low income people in India. ഇന്ത്യയിൽ താഴ്ന്ന കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പൈസയിൽ കുറവുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത്, സുലഭ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് കൺസ്ട്രക്റ്റഡ് മോർ ദാൻ 7,500 പബ്ലിക് toilet blocks and 1.2 million private toilets. അപ്പം സുലഭ് 7,500 പബ്ലിക് ബ്ലോക്കും അതുപോലെ തന്നെ 1.2 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, 1 million എന്ന് പറയുമ്പം 10 lakh ആണ് വരുന്നത്. അപ്പം 12 ലക്ഷത്തോളം അല്ലേ. പ്രൈവറ്റ് ടോയ്ലറ്റ്സ് ഗിവിങ് ആക്സസ് ടു സാനിറ്റേഷൻ ടു 10 million people. അല്ലേ, 10 million ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് accessible ആക്കി. Majority of the users of the Sulabh facilities are from the poor working class. എവിടുന്നാണ്? poor working classലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത്. And Sulabh enters into contract with municipalities or other local authorities to construct toilet blocks with government fund. എന്താ ചെയ്യുന്നത്? കോൺട്രാക്ട്, മുനിസിപ്പാലിറ്റീസോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള കോൺട്രാക്ടിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് വിത്ത് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള മെഷേഴ്സ്. ലോക്കൽ അതോറിറ്റീസ് പ്രൊവൈഡ് ലാൻഡ് ആൻഡ് ഫണ്ട്സ് ഫോർ സെറ്റിംഗ് അപ്പ് ദി സർവീസസ്, whereas maintenance costs are sometimes financed through user charges. അപ്പം പബ്ലിക് ഫെസിലിറ്റീസ് ആയിട്ട് വരുന്ന സമയത്ത് 1 രൂപ അല്ലേ, 1 രൂപ യൂസർ ചാർജ് വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് അതിൻ്റെ പൈസ എടുക്കുന്നത് അല്ലേ. 1 രൂപ അല്ലേ, ₹1 ചാർജ് ഫോർ യൂസ് ഓഫ് ലാട്രിൻസ് ഇൻ ദ സിറ്റീസ്. സിറ്റീസിൽ ലാട്രിൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സർവീസ് ചാർജൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു അവർ കൺക്ലൂഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. സോ കൺക്ലൂഷൻ: public facilities lead to our basic needs, and the Indian Constitution recognizes the right to water, health, education, etc. as being a part of right to life. Appam right to water, right to health, right to education, idakka part of right to life ആണ്. Thus, one of the major roles of the government is to ensure adequate public facilities for everyone. But progress on this front has been far from satisfactory. There is a shortage in supply and there are inequalities in distribution. നമ്മൾ കണ്ടു അല്ലേ, സപ്ലൈയിലും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ എന്തുണ്ട്? ഇനീക്വാലിറ്റി ഉണ്ട്. Compared to the metros and large cities, towns and villages are under provided അല്ലേ. സിറ്റീസിലൊക്കെ പിന്നെയും കൊടുക്കുന്നുണ്ട്, വില്ലേജസിൽ എന്താണ്? കുറവാണ്. കമ്പയർഡ് ടു ദി വെൽതി ലൊക്കാലിറ്റീസ്, ദ പുവറർ ലൊക്കാലിറ്റീസ് ആർ അണ്ടർ സർവീസ് അല്ലേ. ഇപ്പോൾ പൈസ ഉള്ള ഒരു നമ്മൾ ഫസ്റ്റേ കണ്ടു അതല്ലേ, പൈസയുള്ള അല്ലെങ്കിൽ നല്ല പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ പിന്നെയും ആക്സസിബിൾ ആണ് അല്ലെ. പുവറായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു എക്കണോമിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ക്രൈറ്റീരിയ അവിടെ വെക്കുന്നുണ്ട് അല്ലെ. ഈവൻ ഫോർ സേഫ് ഡ്രിങ്കിങ് വാട്ടർ. Handing over these facilities to private companies may not be the answer. അല്ലേ, നമ്മൾ പ്രൈവറ്റ് കമ്പനീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ്? പാവപ്പെട്ട ആൾക്കാർക്ക് അവിടെ കിട്ടണം എന്നില്ല അല്ലേ. നല്ലൊരു പൈസ ചാർജ് ചെയ്താൽ എല്ലാ ആൾക്കാർക്കും അത് അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. Any solution need to take an account of the important fact that every citizen of the country has a right to these facilities
which should be provided to her or him in an equitable manner. അപ്പം എല്ലാ ആൾക്കാർക്കും അത് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റിലത്തെ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സോ വാട്ടർ സപ്ലൈ എല്ലാ ആൾക്കാർക്കും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ചെന്നൈയിൽ തന്നെയും അതിനകത്ത് ഡിഫറൻസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി പുവർ പീപ്പിളിന് എപ്പോഴും കിട്ടാനുള്ള സാധ്യത കുറവാണ് അല്ലേ, എപ്പോഴും ആക്സസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു അല്ലെ. അതിനിടയിൽ ടേക്കിംഗ് വാട്ടർ ഫ്രം ദ ഫാമേഴ്സിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, അവരുടെ ഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റി മൊത്തത്തിൽ എടുക്കുകയായിരുന്നു. പിന്നെ പബ്ലിക് വാട്ടർ സപ്ലൈ ഇൻ പോർട്ടോ അലിഗ്ര അല്ലെ, നല്ലൊരു രീതിയിലുള്ള ബ്രസീലിലുള്ള വാട്ടർ സേഫ് വാട്ടർ ആക്സസും അത് കാരണം തന്നെ അവിടെ ഇൻഫൻ്റ് ഡെത്ത് റേറ്റ് നല്ല കുറവായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ അല്ലെ ആൾക്കാർക്കുള്ള ക്വാളിറ്റിയിലുള്ള വ്യത്യാസം അല്ലെ, ഇൻഈക്വാലിറ്റി കൊടുക്കുന്നു അല്ലെ. റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഇത്ര, അർബൻ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇത്ര, ആൻഡ് ലക്ഷറി ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് 1600 ഒരു ദിവസം 80 ബക്കറ്റോളം വെള്ളമാണ് അവൈലബിൾ ആക്കുന്നത്. അപ്പം അവിടെയും ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ഇൻഈക്വാലിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി പ്രൈവറ്റ് കമ്പനീസിനെ വാട്ടർ സപ്ലൈ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു 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 ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസ് എപ്പോഴും പ്രോഫിറ്റ് നോക്കും. അത് വെള്ളത്തിന് വേണ്ടിയിട്ട്, വെള്ളം എന്നൊക്കെ പറയുന്ന ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അല്ലേ. അപ്പം അതിനൊക്കെ വലിയൊരു എമൗണ്ട് ചുമത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക്, ജീവിക്കുന്ന ആൾക്കാർ ഭയങ്കര കഷ്ടത്തിലാവും. അത് കാരണം പ്രൈവറ്റ് കമ്പനീസിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാതെ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് ഓർഗനൈസേഷൻ തന്നെ നല്ല രീതിയിൽ ഫെസിലിറ്റീസ്, വാട്ടർ സപ്ലൈ ഫെസിലിറ്റീസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈവൺ വിത്തിൻ ദ കൺട്രി പല പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഉള്ള ഇതുണ്ട്. പിന്നെ ഈ ബോളിവിയ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോഴ്സിങ് ദ ഗവൺമെൻറ് ടു ടേക്ക് ബാക്ക് ദ സർവീസ് ഫ്രം ദ പ്രൈവറ്റ് ഹാൻഡ്സ് അല്ലെ. എന്താണ്, അത്രയും കൂടുതൽ എമൗണ്ട് വാങ്ങിയ സമയത്ത് എന്താണ്, ആൾക്കാർക്ക് അത്രയും ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് ലോസ് വരികയാണ് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അത് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ഉള്ള മൂവ്മെൻറ്റ്സ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസിനെ വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത് ഒന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പിന്നെ നമ്മൾ സുലഭ് അല്ലെ, എക്സ്റ്റെൻഡിങ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അതിനകത്ത് സുലഭ് പറഞ്ഞു, അതിൻ്റെ സർവീസ് ചാർജസ് പറഞ്ഞു, അതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനും പറഞ്ഞു അല്ലെ. എവിടെയും നമുക്ക് റൈറ്റ് ടു ലൈഫ്, ഇപ്പോൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ടു വാട്ടർ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഹെൽത്ത് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പം വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ആക്സസിബിൾ ആക്കുക അല്ലേ, അതൊക്കെ പബ്ലിക് ഫെസിലിറ്റീസ് വഴി നമുക്ക് ആക്സസിബിൾ ആക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ താങ്ക് യു.